പ്ലം കേക്ക് പാർട്ട് 3 കാണാം ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനൊരു ബൗളിലോട്ട് 200 ഗ്രാമോളം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് ഫ്ലഫി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. വലിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് അധികം തരിയില്ലാത്ത പഞ്ചസാരയാണ്, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 3 മുട്ടയാണ് കേട്ടോ. അപ്പോൾ 3 മുട്ട ചേർക്കുന്ന സമയത്ത് ഓരോ മുട്ട വീതം ചേർത്തിട്ട് വളരെ ലോ സ്പീഡിൽ ബീറ്റർ ഒന്ന് സ്പീഡാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവർ സ്പീഡിൽ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ഓരോ മുട്ടയൊന്നും ചേർത്ത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അത് 1/2 കപ്പോളം കാരമൽ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ സ്പീഡിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 1/2 കപ്പ് മൈദാമാവ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് മൂന്നും കൂടെ 1-2 തവണ അരിച്ച് വെച്ച് തന്നെ കേട്ടോ. ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. 1/2 കപ്പ് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസും ഒരു 4-5 ഡ്രോപ്സ് ഓറഞ്ച് എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഒരു 9 ഇഞ്ചിൻ്റെ പാനിൽ ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിറയെ തന്നെ കാഷ്യൂസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് 120 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് 160 ഡിഗ്രിയിൽ 75 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ല സൂപ്പർ സോഫ്റ്റാണ്, ടേസ്റ്റാണ്, ഫ്ലേവറാണ്, നല്ല ഫ്ലേവറായിട്ടുള്ളൊരു പ്ലം കേക്ക് റെഡി. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. സൂപ്പറാണ്, ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവില്ല.